ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ യുക്രൈനെ പഴിച്ച് റഷ്യ. പിന്നിൽ യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗമാണെന്നാണ് ആരോപണം. ലഫ്റ്റനന്റ് ജനറൽ ഫാനിൽ സരോവറാണ് കാർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് മരിച്ചത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യ യുക്രൈനിലേക്കുള്ള ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ പ്രവിശ്യയായ ഖാർക്കീവിലെ വിൽച്ച പട്ടണത്തിന്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്തു. പോർട്ട് സിറ്റിയായ ഒഡീസയിലും ആക്രമണം തുടരുകയാണ്. അജയ് തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, ആക്രമണം ഇപ്പോഴും തുടരുകയാണോ? ഈ സൈനിക ഉദ്യോഗസ്ഥന്റെ മരണം അത് ആക്രമണത്തിൽ കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അനുശ്രീ, ഇന്നലെ ഏതാണ്ട് ഉച്ചയോടെയാണ് റഷ്യയിൽ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ അവിടുത്തെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നത്. ഈ വർഷം ഇത്തരത്തിൽ റഷ്യയിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ഫാനൽ സരോവ് എന്ന് പറയുന്നത്. ഇയാൾക്ക് നേരെ മുൻപും ഇത്തരത്തിൽ ഒരു ശ്രമങ്ങൾ നടന്നിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രത്യേകിച്ച് റഷ്യയിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ഉന്നത സൈനിക ജനറൽ കൂടിയാണ് ഫാനൽ സരോവ്. അപ്പോൾ ഈ മരണത്തിൽ യുക്രൈന് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് നിലവിൽ റഷ്യ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഈ സമാധാന ചർച്ചകൾ അത് നേരത്തെ മുൻ നിശ്ചയിച്ചതുപോലെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ വെച്ച് യുക്രൈൻ്റെയും റഷ്യയുടെയും പ്രതിനിധികൾ ചർച്ച നടന്നിരുന്നു. US-ൻ്റെ മധ്യസ്ഥതയിലാണ് ഇത്തരത്തിൽ ചർച്ച നടന്നത്. അതിനിടെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അത് യുക്രൈനുള്ള പിന്തുണ അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ യുക്രൈന് നൽകും എന്ന് പ്രഖ്യാപിച്ചിരുന്ന 2 ബില്യൺ യൂറോയ്ക്ക് മുകളിലുള്ള ധനസഹായം അത് കഴിഞ്ഞ ദിവസം യുക്രൈന് കൈമാറിയിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി യുക്രൈന് അകമഴിഞ്ഞ പിന്തുണ അത് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ നടത്തുന്നത് പകൽക്കൊള്ളയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണം വരെ റഷ്യ ഇത്തരത്തിൽ കടുത്ത ഭാഷയിലുള്ള ഒരു ആരോപണം വരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെ സമാധാന ചർച്ചകൾ കാര്യമായി തന്നെ പുരോഗമിക്കുന്നതിനിടെ ഈ യുക്രൈൻ നഗരങ്ങൾ റഷ്യ ഇപ്പോൾ നിലവിൽ ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ കരിങ്കടലിലുള്ള യുക്രൈൻ്റെ ഒരു സാന്നിധ്യം അത് ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അത് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. റഷ്യയുടെ ഷാഡോ ഷിപ്സിന് നേരെ നടന്ന ആക്രമണം, അതായത് റഷ്യ അവരുടെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി, അതുപോലെ തന്നെ അവരുടെ വ്യാപാരം ഉൾപ്പെടെ നിയന്ത്രിക്കാനായിട്ടുള്ള ഈ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അവരുടെ വ്യാപാരം ഉൾപ്പെടെ നിയന്ത്രിക്കാനായിട്ട് കരിങ്കടലിൽ ഉൾപ്പെടെ അവരുടെ സാന്നിധ്യം ശക്തമാക്കാൻ ഒരുങ്ങിയ സാഹചര്യത്തിൽ കരിങ്കടലിൽ വിന്യസിച്ചിരുന്നതായിരുന്നു റഷ്യയുടെ ഈ ഷിപ്പുകൾ. ആ ഷിപ്പുകൾക്ക് നേരെ യുക്രൈൻ സേനയുടെ ആക്രമണം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപ് വ്യക്തമാക്കിയിരുന്നു, ഇനി യുക്രൈനെ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല, കരിങ്കടലിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള പോർട്ട് സിറ്റികൾക്ക് നേരെ ഉൾപ്പെടെ ഒഡീസി എന്ന് പറയുന്ന ഒരു പോർട്ട് സിറ്റിക്ക് നേരെ ഇപ്പോൾ നിലവിൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖാർഗീവിലുള്ള പല മേഖലകളിലും, അത് യുക്രൈൻ്റെ കിഴക്കൻ മേഖലയിലാണ്, ഡോൺബാസ് മേഖല ഉൾപ്പെടെ റഷ്യ പിടിച്ചടക്കിയിരുന്നു. ഇപ്പോൾ ഖാർഗീവിൽ കൂടുതൽ ആക്രമണം കടുപ്പിച്ച് അവിടെയുള്ള കൂടുതൽ നഗരങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളുടെയും ഉൾപ്പെടെ നിയന്ത്രണം റഷ്യ പിടിച്ചെടുത്ത സാഹചര്യമുണ്ട്. റഷ്യ നിലവിൽ ഈ ആക്രമണം കടുപ്പിച്ചതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ സമാധാന ചർച്ചകൾ റഷ്യ മുൻഗണന കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അത് യുക്രൈന് വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. ഇക്കാര്യത്തിൽ എന്നാൽ യുക്രൈൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ റഷ്യ തങ്ങളുടെ ഈ ആവശ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ഡോൺബാസ് മേഖലയ്ക്ക് പുറമെ മറ്റ് മേഖലകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഖാർഗീവിലുള്ള പ്രദേശങ്ങൾ കൂടി പിടിച്ചടക്കുകയാണെങ്കിൽ അത് റഷ്യയ്ക്ക് കൂടുതൽ നേട്ടമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് യുക്രൈന് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.